ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്ന തെറാപ്യൂട്ടിക് ഇനേർഷ്യ ഇൻ ഡയബറ്റിസ് മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ ഷുഗർ രോഗികളിൽ മരുന്ന് തുടങ്ങാൻ കാലതാമസം വരുന്നു, അതുമുതൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നു, അതിൻ്റെ അകത്തെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാലം. പലപ്പോഴും ഒരു ഹൈ വാല്യൂ ഷുഗറായിട്ട് നമ്മൾ ഒ പിയിൽ വരുമ്പോഴത്തേന് നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ രോഗി ആദ്യമേ പറയും, എനിക്കിപ്പോൾ മരുന്നുണ്ട് ഡോക്ടർ, ഞാൻ ഡയറ്റ് നോക്കാം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാം, അങ്ങനെ വന്നിട്ട് മതി. അപ്പോൾ നമ്മൾ അവർക്ക് ആദ്യം ഒരു സവകാശം കൊടുക്കും. കാരണം പലപ്പോഴും നമ്മൾ പറയും മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിർത്താൻ പറ്റിയില്ല, കാരണം മരുന്ന് നിർത്തിയാൽ വീണ്ടും ഷുഗർ കയറും. അപ്പോൾ ഇത് ഏതൊക്കെ ലെവലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? പലപ്പോഴും നമുക്കറിയാം, പേഷ്യൻ്റ് സൈഡിൽ നിന്ന് ആദ്യമേ പേഷ്യൻ്റ് പറയും, രോഗി പറയും എനിക്ക് മരുന്ന് വേണ്ട. അപ്പം ഡോക്ടറോ ആലോചിക്കുന്നതിന് ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, നമുക്ക് പറഞ്ഞാൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഒരു ഹൈ വാല്യൂയിലുള്ളൂ, നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ മൊത്തത്തിൽ സമൂഹത്തിൽ നിന്ന് ആൾക്കാർ പറയും ആ മെഡിസിൻ കഴിക്കണം, അല്ലെങ്കിൽ അലോപ്പതിയുടെ ഗുളിക കഴിച്ചാൽ കിഡ്നി പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ നമുക്ക് ഹോമിയോയിലേക്കോ അല്ലെങ്കിൽ വേറെ അതർ സിസ്റ്റം ഓഫ് മെഡിസിനിലേക്ക് പോയി നമുക്ക് നോക്കാമെന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഡയറ്റ് തന്നെ നോക്കാം, എക്സസൈസ് നോക്കാം എന്നൊക്കെ പറയും. പലപ്പോഴും നമ്മൾ അവരോട് പറയും ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും കാർഡിയാക് റിസ്ക് ഉണ്ടോ, വേറെ ഇതുകൂട്ട് ഷുഗർ കൺട്രോൾ വീട്ടിൽ മറ്റുള്ളവർക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പം അവർ പറയും എല്ലാവർക്കും തന്നെ ഷുഗർ ഉണ്ട്, കാർഡിയാക് റിസ്ക്. അപ്പോൾ അവരോട് നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നല്ലത്, നമുക്ക് നല്ല ലെവലിൽ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യുമ്പോൾ ഷുഗർ മാത്രമല്ല, നമ്മൾ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണം, BP കൺട്രോൾ ചെയ്യണം, വെയിറ്റ് മാനേജ്മെൻറ്റ്, എക്സസൈസ് അഡ്വൈസ് എല്ലാം ഉണ്ട്. പലപ്പോഴും ഇതെല്ലാം നമ്മൾ പേഷ്യൻസിനോട് പറഞ്ഞു കഴിയുമ്പം പേഷ്യൻ്റ് പറയും ഞാനിപ്പം ഡയറ്റും എക്സസൈസൊക്കെ ചെയ്ത് നമുക്ക് വെയിറ്റ് കുറച്ച് നോക്കി നമുക്ക് മധുരമൊക്കെ ഒഴിവാക്കി എന്ന് ഷുഗർ കൺട്രോൾ ചെയ്ത് പോകാം. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ പേഷ്യനെ കാണുകയില്ല. പലപ്പോഴും പിന്നെ പേഷ്യനെ കാണുന്നത് കാഷ്വാലിറ്റി എമർജൻസിയിലായിരിക്കും. കാരണം ഹൈ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഒരു എമർജൻസി ഡയബറ്റിക് കീറ്റോസിസ് എന്നൊക്കെ പറയും, ഭയങ്കര അധികം ഷുഗർ അതിപ്രസരമൊക്കെ ആയിട്ടായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ കണ്ണിന് മൂടൽ എന്നൊക്കെ പറഞ്ഞാൽ. പലപ്പോഴും കണ്ണിന് മൂടലായിട്ട് ഷുഗർ രോഗികൾ ഓഫ്താൽമോളജിസ്റ്റ് അല്ലെങ്കിൽ കണ്ണിന് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ആദ്യം പറയും ഒരു ഫിസിഷ്യനെ കണ്ട് ഡയബറ്റോളജിസ്റ്റിനെ കണ്ട് ഷുഗർ താത്തിയിട്ട് വരാൻ പറയും. കാരണം ഷുഗർ കൂടുമ്പോൾ കണ്ണിൻ്റെ അവർക്ക് ബ്ലറിങ് ഓഫ് വിഷൻ ഉണ്ടാകും. കാരണം കണ്ണിനകത്തുള്ള ഫ്ലൂവിൻ്റെ അത് ഹൈ ഷുഗറാണ്, അപ്പം നമുക്ക് ലൈറ്റ് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഷുഗർ കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കാഴ്ച തിരിച്ചു കിട്ടും. അപ്പം പലപ്പോഴും അതുപോലെ നമ്മൾ മനസ്സിലാക്കാതെ പലപ്പോഴും ഫാസ്റ്റ് ഷുഗറൊക്കെ ഒത്തിരി ഹൈ ആയിട്ട് ഡോക്ടറെ കണ്ട് പ്രോപ്പർ മെഡിസിൻ സ്വീകരിക്കാതെ അല്ലെങ്കിൽ മെഡിസിൻ ഒഴിവാക്കി ഡയറ്റ് മൂലം പോകുന്നവർ പലരും ഉണ്ട്. പിന്നെ അതർ സിസ്റ്റം ഓഫ് മെഡിസിനെ ഫോളോ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നല്ല ഡോക്ടർമാരാണെങ്കിൽ പറയും ഷുഗർ അവരെ കൊണ്ട് പറ്റുന്ന അവർ പറയും ഡയബറ്റോളജിസ്റ്റിനെ കാണാം, അല്ലെങ്കിൽ വേറെ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ മരുന്നുകൾ തുടങ്ങുക, നമുക്ക് ഷുഗർ നല്ലവരെ താക്കണം. നമുക്ക് നോർമൽ HbA1c പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ കഴിഞ്ഞാൽ <7 ആണ്, 6.5 വരികയാണെങ്കിൽ നല്ലത്. പക്ഷെ ഇന്ത്യ ഒരു രാജ്യത്ത് നമുക്കറിയാം ഒരു 33% ആൾക്കാർക്ക് പോലും അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളൊരു സ്റ്റഡി നടത്തിയപ്പോൾ ഇന്ത്യയിലെ മൊത്തത്തിൽ ആ ഒരു ആവറേജ് HbA1c എന്ന് പറയുന്നത് 8.53 ആണ്. ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്ന ഒരു മൊത്തത്തിൽ ഇന്ത്യയിൽ നോക്കുമ്പോൾ 172 മുകളിലാണ്. കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ 2 hour ppbs നോക്കുകയാണെങ്കിൽ 253 മുകളിലാണ്. അപ്പോൾ ഒരു 67% ആൾക്കാർ അൺകൺട്രോളാണ് നടക്കുന്നത്. അതേപോലെ തന്നെ 50% ആൾക്കാർക്ക് മാത്രമേ ഷുഗർ ഇന്ത്യയിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ കണ്ടുപിടിച്ചവർ തന്നെ ആ 50% ആൾക്കാർ ഈ 100 പേര് കണ്ടുപിടിച്ച് 50% ആൾക്കാരെ മരുന്ന് കഴിക്കുന്നില്ല പ്രോപ്പറായിട്ട്. അവർ വരും പലപ്പോഴും മരുന്ന് സ്കിപ്പ് ചെയ്യുകയും കൃത്യം ഫോളോ അപ്പ് ഇല്ലായിരിക്കും. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ കാലിൽ മുറിവൊന്നും കരിയുന്നില്ല, അല്ലെങ്കിൽ കാലിന് ഭയങ്കര ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ യൂറിൻ പതിച്ചില്ല, അല്ലെങ്കിൽ കണ്ണിന് മുകളിൽ നമ്മളൊരു കോംപ്ലിക്കേഷനായി പോയി കഴിയുമ്പോഴാണ് ഷുഗർ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനും കൃത്യമായിട്ട് നോക്കാനും ഫോളോ അപ്പ് ചെയ്യാനും മരുന്ന് കഴിക്കാനും റെഡിയാകുന്നത്. അത് ഒഴിവാക്കണം. കാരണം അതിന് വേണ്ടിയാണ് നമ്മൾ നാഷണൽ ലെവൽ പ്രോഗ്രാംസ് വന്നേക്കുന്നത്. ഈ ഇനേർഷ്യ മാറ്റാൻ വേണ്ടി നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാനും തുടങ്ങാനും അത് കഴിക്കാനും അത് ഇൻറ്റൻസിഫൈ ചെയ്യാനൊക്കെ ഒരുപാട് ഗൈഡ് ലൈൻസ് ഒക്കെ വന്നിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ രോഗികളോട് അവരോടൊരു എമ്പതറ്റിക്കലായിട്ട് അവരോട് ചേർന്ന് നമ്മൾ സംസാരിക്കുക, ഇന്ന പ്രശ്നങ്ങളോട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് നല്ലത്, അല്ലെങ്കിൽ കിഡ്നിക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ഫലപ്രധാനമാണ്. അവർക്ക് പറ്റിയ